എല്ലാവർക്കും നീതൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഞണ്ട് കറിയാണ്. ഞണ്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് പച്ചമുളക് എരിവിനാവശ്യമായിട്ടുള്ളത് 3 സവാളയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്, പിന്നെ വൃത്തിയായിട്ട് കഴുകിയെടുത്ത ഞണ്ടും. പിന്നെ വെക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിക്കണം. അധികം ഒന്നും വേണ്ട, കുറച്ച് മതി. ഉലുവ ചൂടായതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പേസ്റ്റ് ചേർക്കണം. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കണം. കറിവേപ്പില ഇടണം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. കറിവേപ്പില ഇല്ലാതെ നമ്മുടെ നാടൻ ഭക്ഷണം അപൂർണമാണ് അല്ലേ. പിന്നെ സവോള ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ വഴറ്റിയെടുക്കണം. ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളി വേവാൻ ആവശ്യമായിട്ടുള്ളത് ഉപ്പിട്ട് കഴിയുമ്പോഴത്തേക്കും സവോള വേഗം അങ്ങ് വഴണ്ട് കിട്ടും കേട്ടോ. ഞണ്ട് കറി ഇഷ്ടമുള്ളവർ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഞാൻ ഈ ഞണ്ടിനെ ഉണ്ടല്ലോ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ കറി അതിൻ്റെ ഉള്ളിലേക്ക്, ചാറ് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ കടിച്ച് പൊട്ടിക്കുമ്പം എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ടാണ് അത് കാണുമ്പം, വെളുത്തിരിക്കുന്ന കാണുമ്പം കേട്ടോ. നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കൊച്ചുള്ളിയും കൂടി ഇട്ടായിരുന്നു കേട്ടോ, ഒരു 10 കൊച്ചുള്ളി അതും കൂടി ഇട്ടായിരുന്നു. മഞ്ഞൾപ്പൊടി ഇട്ടു, 1 ടീസ്പൂൺ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം പിന്നെ ചേർത്തത് മല്ലിപ്പൊടിയാണ്, 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തു. അതിനെയും കൂടെ നന്നായിട്ട് ഇളക്കി വഴറ്റി എടുത്തു, പച്ചമണമൊക്കെ ഒന്ന് മാറാനായിട്ട്. പിന്നെ ഗരം മസാല, പെരുംജീരകത്തിൻ്റെ പൊടിയാണ് ഇപ്പോൾ ചേർത്തത്. പെരുംജീരകത്തിൻ്റെ പൊടി ഇടാൻ മറക്കരുത് ഇതിനകത്ത്. മുളക് പൊടി എരിവിന് ആവശ്യമായിട്ടുള്ളത്, കുരുമുളക് പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി തക്കാളിയും കൂടി നല്ലവണ്ണം ഇളക്കി വഴറ്റിയെടുക്കണം. മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുതേ. പിന്നെ സ്റ്റവിൻ്റെ ഫ്ലെയിമും കൂടെ ഒന്ന് നോക്കണം. അധികം ചൂട് കൂടുതലായിരുന്നു കഴിഞ്ഞാൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. തക്കാളി ഒന്ന് വഴണ്ടതിന് ശേഷം നമ്മുടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഞണ്ടുകളെയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞണ്ടിൻ്റെ കാലൊക്കെ ഞാൻ മുമ്പേ കാണിച്ച പോലെ ഒന്ന് ചതച്ചിട്ടേക്കുന്നതാണ് കേട്ടോ, ഒന്ന് പൊട്ടിച്ച്. അതും കൂടെ നല്ലവണ്ണം ഒന്ന് ഇളക്കി എടുക്കാം. മസാലയെല്ലാം നമ്മുടെ ഞണ്ടുകുട്ടന്മാരിൽ പറ്റിയിരിക്കട്ടെ.
വീണ്ടും ഒന്ന് ഞാൻ മൂടി വെച്ച് വേവിച്ചു. ഇതെല്ലാം വെള്ളം ഞാൻ സെപ്പറേറ്റ് ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇത് ഞണ്ടിനകത്ത് നിറങ്ങിയ വെള്ളമാണ്. മസാലയ്ക്കകത്തെല്ലാം കിടന്ന് നല്ല പോലെ വെന്ത് വരണം. കറിവേപ്പില ഞാൻ കുറച്ചും കൂടി ആഡ് ചെയ്തു നല്ലൊരു ഫ്ലേവറിനായിട്ട്. വീണ്ടും മൂടി വെച്ച് വേവിച്ചു. ഞാൻ കുറച്ചും കൂടി കുരുമുളകിൻ്റെ പൊടി ആഡ് ചെയ്തു കേട്ടോ. കാരണം എനിക്കൊരു കുറച്ച് എരിവ് കുറവ് ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ഉപ്പും കൂടി കുറച്ചും കൂടി ആഡ് ചെയ്തു. പിന്നെ ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് 1/2 ഗ്ലാസ് തേങ്ങാപ്പാലാണ്. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെള്ളം ഒഴിച്ചാലും മതി. ഇനി 1 ഗ്ലാസ് വെള്ളവും കൂടി ആഡ് ചെയ്തു. ഞാൻ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്, ഉടനെ അല്ല, കുറച്ചുകൂടെ ഒന്ന് ഇതൊന്ന് വറ്റിയതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. കാരണം ഇവിടെ എല്ലാവർക്കും ചാറ് വേണം നല്ലപോലെ. പൊറോട്ട കഴിക്കാനായിട്ട് ചാറ് വേണമായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം എടുക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, തേങ്ങാപ്പാൽ ഒഴിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ ഒഴിക്കുന്ന അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. വെള്ളം ഒഴിച്ചാലും മതി, ചൂടുവെള്ളം. നല്ലവണ്ണം ഈ വെള്ളത്തിൽ കിടന്ന് തേങ്ങാപ്പാലിൽ കിടന്ന് വേവട്ടെ. ഞണ്ട് വേവാൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ, ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് വേവും. പിന്നെ ഇതെവിടെ എൻ്റെ സ്വാദിഷ്ടമായ ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മേളിലൂടെ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ കറിവേപ്പില കൂടി. ഒന്ന് മൂടി വെക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.